നമസ്കാരം. വീണ്ടും ഒരു വിഷുക്കാലമെത്തി. കണിക്കൊന്നയും കണിവെള്ളരിയുമൊക്കെ ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന വിഷുക്കാലം. കേരളീയർക്ക് കാർഷികോത്സവമാണ് വിഷു. കഠിനാധ്വാനത്തിന്റെ ഫലം വിളവെടുക്കുന്ന കാലം. വിഷു എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിഷുക്കൈനീട്ടവും വിഷുക്കണിയും വിഷുക്കോടിയുമൊക്കെയാണ്. അതിൽ വിഷുക്കണി ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. മേടപ്പുലരിയിൽ ആദ്യം കണ്ണു തുറന്ന് കാണുന്ന വിഷുക്കണി ഒരു കൊല്ലത്തിന്റെ പ്രതീക്ഷ തന്നെയാണ്. ഒരിക്കൽ പുതുവർഷാരംഭം എന്ന് കരുതി പോന്നിരുന്ന വിഷുവിലെ പൊന്നിൻ കണി പുതുവർഷത്തിന് ഐശ്വര്യമേൽകുന്നതുമാണ്. ഒരിക്കൽ പുതുവർഷാരംഭം എന്ന് കരുതി പോന്നിരുന്ന വിഷുവിലെ പൊന്നിൻ കണി പുതുവർഷത്തിന് ഐശ്വര്യം മേകുന്നതുമായിരുന്നു. പുതുവർഷാരംഭം പിന്നീട് ചിങ്ങത്തിലേക്ക് മാറി എങ്കിലും വിഷുക്കണി ഇന്നും പ്രതീക്ഷകളുടെ പൊന്നിൻ കണി തന്നെയാണ്. വിഷുക്കണിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുക. ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കയ്പേറിയ വസ്തുക്കൾ. കയ്പേറിയ വസ്തുക്കൾ ഒരിക്കലും നിങ്ങൾ കണിയിൽ വയ്ക്കാൻ പാടുള്ളതല്ല. ഇത്തരം വസ്തുക്കൾ കണിയിൽ വയ്ക്കുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ചില ദോഷകരമായ കാര്യങ്ങൾ, സംഭവങ്ങൾ വന്നു ചേരാം. കയ്പേറിയതായ അനുഭവങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ തിരിച്ചടികൾ, പ്രധാനമായും ദുഃഖം നൽകുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ഈ ഒരു തെറ്റ് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അറിയാതെ പോലും ഇത്തരം വസ്തുക്കൾ കണിയിൽ നിങ്ങൾ വയ്ക്കരുത്. നാണയം. പലരും നാണയം കണിയിൽ വയ്ക്കാറുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ വയ്ക്കുന്നതിൻ്റെ യഥാർത്ഥമായ ഫലം പലപ്പോഴും പലർക്കും ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിൻ്റെ കാരണം കൂടി മനസ്സിലാക്കാം. പലരും കൈമാറി വരുന്നതാണ് നാണയം. പലർക്കും ചിലപ്പോൾ ഇത് വിഷമത്താൽ നൽകിയതാകാം. ഈ ദുഃഖം ഈ നാണയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും വരാം. ഇതിനാൽ തന്നെ നാണയം നിങ്ങൾ കണിയിൽ വയ്ക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശുദ്ധജലത്തിൽ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലോ കഴുകിയതിന് ശേഷമാണ് നിങ്ങൾ കണിയിൽ വയ്ക്കേണ്ടത്. അതിനാൽ നിങ്ങൾ കണിയിൽ വയ്ക്കുന്ന നാണയം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും. അതിനാൽ നാണയം കണിയിൽ വയ്ക്കുന്നത് ശുഭകരമാണ്. എന്നാൽ ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ നാണയം വയ്ക്കുക. സ്വർണം. മൂന്നാമത്തേതായ വസ്തു സ്വർണം തന്നെയാണ്. കണിയിൽ എല്ലാവരും സാധാരണയായി വയ്ക്കുന്ന ഒന്നാണ് സ്വർണം. ഒരു തരി പൊന്നെങ്കിലും കണിയിൽ വയ്ക്കുന്നത് ഏറ്റവും ഉത്തമവും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതുമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ പലർക്കും സ്വർണദോഷമുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. ഇവർക്ക് മാത്രം ജീവിതത്തിൽ സ്വർണം അണിയാൻ സാധിക്കാത്തതായ അവസ്ഥ. സ്വർണമുണ്ട് എങ്കിൽ പോലും പണയം വയ്ക്കേണ്ടതായ സാഹചര്യമോ വിൽക്കേണ്ടതായ സാഹചര്യമോ ഇവർക്ക് ഉണ്ടായിട്ടുള്ളവരാണ്. ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണേറ് ഏൽക്കുന്നതിനാലാകാം നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിക്കുന്നത്. കണിയിൽ നിങ്ങൾ സ്വർണം വയ്ക്കുന്നു എങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അല്പം പനിനീർ തളിച്ചതിന് ശേഷം വയ്ക്കുക. ഇത് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്നതായ കാര്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നാൾക്ക് നാൾ ഐശ്വര്യം വർദ്ധിക്കും. സ്വർണം കൂടുതലായി വാങ്ങുവാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളിലൂടെയും നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പണയം പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഐശ്വര്യത്താൽ നിങ്ങൾക്ക് തിരികെ എടുക്കുവാൻ പോലും സാധിക്കും. കാരണം അത്രമേൽ ഐശ്വര്യമാണ് സ്വർണം കണിയിൽ വയ്ക്കുന്നതിലൂടെ വന്നു ചേരുക. കണ്ണാടി ഏവർക്കും കണിയിൽ വയ്ക്കുവാൻ സാധിക്കുന്നതായ ഒരു വസ്തു തന്നെയാണ്. പലരും വാൽക്കണ്ണാടി വയ്ക്കുന്നവരാണ്. എന്നാൽ പലർക്കും അത് സാധിക്കണം എന്നില്ല. പലരും പല തരത്തിലുള്ള കണ്ണാടിയായിരിക്കും അതിനാൽ കണിയിൽ വയ്ക്കുക. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. കറുത്ത പാടുകൾ, പൊട്ടലുകൾ, മറ്റ് കേടുപാടുകളാണ് എങ്കിലും
സംഭവിച്ചതായ കണ്ണാടി ഒരിക്കലും നിങ്ങൾ കണിയിൽ വയ്ക്കാൻ പാടുള്ളതല്ല. ഇത് നെഗറ്റീവായ ഊർജം നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. അഥവാ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക. നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടും. ഭാഗ്യം നിങ്ങൾക്ക് നാൾക്കുനാൾ കുറയുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. അത് നിങ്ങൾക്ക് പലവിധ നഷ്ടങ്ങൾക്കും കാരണമായി തീരാം. ഉരുളി കണിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. കണിയിലെ പ്രധാന സ്ഥാനം തന്നെ ഉരുളിക്കുണ്ട്. കഴുകി തുടച്ച ഉരുളിയാണ് നിങ്ങൾ വയ്ക്കേണ്ടത്. അല്ലാത്ത പക്ഷം അത് ശുഭകരമായ കണിയാകണം എന്നില്ല. അതിനാൽ ഉരുളി കഴുകി വൃത്തിയായി തുടച്ചതിന് ശേഷം മാത്രം കണിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വിഗ്രഹങ്ങളും ചിത്രങ്ങളും നിങ്ങൾ കണിയിൽ വയ്ക്കുന്നവർ തന്നെയാണ്. ഏവരും വയ്ക്കുന്നവർ തന്നെയാണ്. വിഗ്രഹമോ ഭഗവാന്റെ ചിത്രമോ കണിയിൽ വയ്ക്കുന്നതിലൂടെ അത്രമേൽ ഐശ്വര്യം, ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. ആ വർഷം മുഴുവൻ അനുകൂലമായ ഫലങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് അത് സഹായകരവുമാണ്. എന്നാൽ ഇവയിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. കേടുപാടുകൾ, പൊട്ടലുകൾ എന്നിവ സംഭവിച്ചതായ ചിത്രങ്ങൾ, വിഗ്രഹങ്ങൾ എന്നിവ ഒരിക്കലും നിങ്ങൾ കണിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. കണിയിൽ വയ്ക്കാൻ ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളും ചിത്രങ്ങളും വളരെ വൃത്തിയുള്ളതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ നൽകും. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. കേടായ വസ്തുക്കൾ ഒരിക്കലും കണിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. കേടായ ഫലങ്ങളോ പച്ചക്കറിയോ കണിയിൽ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. അല്പം കേടായ പഴങ്ങൾ പോലും കണിയിൽ വയ്ക്കാൻ പാടുള്ളതല്ല. കണിയിൽ വയ്ക്കുന്ന പഴങ്ങൾ വളരെ വൃത്തിയുള്ളതും നല്ലതുമായിരിക്കണം. എങ്കിൽ മാത്രമേ കണി കാണുന്ന ശുഭഫലം നിങ്ങൾക്ക് ലഭിക്കൂ, അനുകൂലമായ ഫലം ലഭിക്കൂ. പുഷ്പങ്ങൾ വിദേശത്തുള്ളവർക്ക് കണിക്കൊന്ന് തന്നെ ലഭിക്കണം എന്നില്ല. അതിനാൽ മറ്റ് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ കണിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതളുകൾ പോയതായ പുഷ്പങ്ങൾ, പൂക്കൾ ഒരിക്കലും നിങ്ങൾ കണിയിൽ വയ്ക്കരുത്. കേടുപാടുകൾ സംഭവിച്ച പൂക്കളാണ് എങ്കിലും കണിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. മുല്ലപ്പൂ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നോർക്കുക. ഏതൊരു പഴമോ പച്ചക്കറിയോ പൂക്കളോ വയ്ക്കുമ്പോൾ അത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കണിയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ പാടൂ. കഴുകി തുടച്ചതിന് ശേഷം മറ്റ് കേടുപാടുകളില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കണിയിൽ വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കുങ്കുമം ചിലർ കണിയിൽ വയ്ക്കുന്നതാണ്. അപ്രകാരം വയ്ക്കുന്നു എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ വീടുകളിൽ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായ ആ കുങ്കുമം ഒരിക്കലും വയ്ക്കുവാൻ പാടുള്ളതല്ല. അത് വയ്ക്കുന്നത് ദോഷകരമാണ്. അതിനാൽ പുതിയ കുങ്കുമം തന്നെ വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പുതുവസ്ത്രം തന്നെ തീർച്ചയായും നിങ്ങൾ കണിയിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. എന്നാൽ ഏവർക്കും അതിന് സാധിക്കണം എന്നില്ല. സാധിക്കാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇത് മുൻകൂട്ടി മനസ്സിലാക്കി കഴുകി വൃത്തിയുള്ള ഒരു വസ്ത്രം നിങ്ങൾക്ക് വയ്ക്കാം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിളക്ക്, കേടുള്ള വിളക്ക് ഒരിക്കലും പാടുള്ളതല്ല. പ്രത്യേകിച്ചും ചോർച്ചയുള്ള വിളക്ക് മാറ്റി വാങ്ങേണ്ടത് അനിവാര്യമാണ്. എണ്ണ ഇറ്റ് വീഴുന്നതായ ഇത്തരത്തിലുള്ള വിളക്കുകൾ വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ വന്നു ചേരൂ. അതിനാൽ വിളക്ക് വയ്ക്കുമ്പോഴും ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന ഈ ഒരു വസ്തു നിങ്ങൾ കണിയിൽ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ അത് ആ വർഷം മുഴുവൻ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. എന്തുകൊണ്ടാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യവും അറിയുക. ഐശ്വര്യം വർദ്ധിക്കുന്നതിന് ഉത്തമമാണ്. ഈ വസ്തു വയ്ക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും.